ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയുടെ തുടങ്ങേട്ടാ. അപ്പോൾ ഓരോ പ്രഭാതവും നമുക്ക് ഓരോ കുളിർമയാണ് നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും ഇതൊക്കെ ആയത് കാരണം പിന്നെ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കിളികളുടെ ശബ്ദവും ഇതൊക്കെ ഭയങ്കര രസമുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് പോകണം. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് സ്കൂൾ പൂട്ടി വെക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അമ്മു ആണെങ്കിൽ ക്ലാസ്സിൽ പോവുകയാണ്. അമ്മുവിന് ക്ലാസ് ഉണ്ട്. ഉണ്ണിക്ക് ക്ലാസ്സില്ല. അവന് ഇനിയിപ്പം മെയ് 5-ാം തീയതി ക്ലാസ് കൊടുക്കുന്നൊക്കെ പറയണത്. അപ്പോൾ അമ്മ ക്ലാസ്സിൽ പോകണ കാരണം പിന്നെ പിന്നെ ദിവസമായിട്ട് പിന്നെ ഹോളിഡേയ്സൊക്കെ എടുക്കുക വരുന്ന കാരണം പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും അമ്മ ക്ലാസ്സിൽ പോകണം. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കണം. സ്കൂളിൽ പോകുന്ന ആ സമയമുള്ള പണികളൊക്കെ പോലെ തന്നെയാണ് എപ്പോഴും. ചോറും കറിയും ചായയും ഇതൊക്കെ 7:30 മുൻപ് എല്ലാം റെഡിയാക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ഇടയ്ക്ക് അവിടെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കും കേട്ടോ അമ്മ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ടൂറിലും ഇതൊക്കെ ആയിരിക്കുമല്ലേ. പക്ഷേ കോളേജ് പഠിക്കുന്ന പിള്ളേരുള്ളവർക്കൊന്നും ടൂർ പോകാൻ പറ്റില്ല കേട്ടോ. അവർക്ക് എക്സാമിൻ്റെ ഒരു സമയവും ഇതൊക്കെയാണ്. ഈ 2 മാസത്തേക്ക് തിരിയാൻ സമയം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഹോളിഡേ ഒക്കെ വരുമ്പോൾ അറേഞ്ച് ചെയ്ത് പോകുന്നതല്ലാതെ തന്നെയല്ല എവിടെ ചെന്നാലും ഇപ്പോൾ നല്ല തിരക്കാണെന്നാണ് കേട്ടത്. അപ്പോൾ പിന്നെ നമ്മൾക്കാണെങ്കിൽ സമയവും ഇല്ല, പോകാൻ സമയവും ഉണ്ടായില്ല, പിന്നെ പോയില്ല കേട്ടോ. അത് കാരണം ഇപ്പോഴത്തെ വെക്കേഷൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുകയാണ്. അപ്പോൾ ഇന്ന് കിഴങ്ങേറി ഉണ്ടാക്കണം. കിഴങ്ങേറി പുട്ടും ഉണ്ടോ. അപ്പോൾ നോക്കിയപ്പോൾ പച്ചവള കൊറ്റുണ്ടായില്ല. ഇതുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാവലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത റൗണ്ട് ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ അതേ നല്ല കിഴങ്ങേറിയും പുട്ടും പെട്ടെന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ കുളിച്ചൊക്കെ റെഡി ആവണം. കല്യാണത്തിന് പോകാനുള്ള നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ആവേശത്തിലിരിക്കുകയാണ്. ഒരുപാട് കല്യാണങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള തിരക്കും. ഇതതേ നമ്മളുടെ നാട്ടിൻ പ്രദേശത്തുകൂടി പോകേണ്ട നല്ല ഭംഗിയുള്ള പ്രദേശം നമ്മളുടേത്. അപ്പോൾ അതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പെരുമ്പാവൂർ ഭാഗത്ത് അവിടെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഞങ്ങൾക്ക് കല്യാണം ഉള്ളത്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് ഞായറാഴ്ചയുള്ള എല്ലാവർക്കും സമയമുള്ള ദിവസം അങ്ങനെ എവിടെയെങ്കിലും ഒരു യാത്രയാകാൻ കരുതി. അപ്പോൾ അവിടെ ചെന്നതേ ഞങ്ങളിതേ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയേക്കാണ്. അപ്പോൾ അവിടെ ചെന്നതേ നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ബീഫ് റോസ്റ്റല്ല, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടാ പെരുമ്പാവൂർ എവിടെയാണ് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ച്. അപ്പോൾ നോക്കിയപ്പോൾ ഈ മഴയുമൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട, എന്തായാലും നമ്മളുടെ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്ക് തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിതേ വണ്ടർല വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ പിള്ളേരൊക്കെ എപ്പോഴും പറയും വണ്ടർലേ പോകാമെന്ന്. പിന്നെ എനിക്കിപ്പോഴത്ര അങ്ങ് താല്പര്യം തോന്നുന്നില്ല പോകാനായിട്ടാ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അതുവഴി പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ആ വണ്ടി പാർക്കിങ്ങിലിട്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ആദ്യം വന്നു കേട്ടോ. നമ്മൾ അവിടെ കസ്റ്റമർ ഇപ്പോൾ നാളാണെന്ന് കരുതി. ഈ സമയത്തും ഞങ്ങൾ ചെന്നപ്പോൾ സമയമായിരുന്നു. ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ ചെന്നത്. പക്ഷേ ആ സമയത്തും ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാനും ഇതൊക്കെ ദൂരെയുള്ള ആളുകളും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ അവിടെ ഒന്ന് പോകണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ അതാ ഒരുപാട് വാഹനങ്ങളൊക്കെ കൂടുതലും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇട്ടേക്കണത്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ ഇരിക്കാനായിട്ട്. അവിടെയുള്ള ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു AC-യുടെ അകത്തിരിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ക്യാൻറ്റീൻ ഇതൊക്കെ ഉണ്ട്. ചായ സ്നാക്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വയറ് നിറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണമെന്ന് തോന്നിയില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരേ സമയത്ത് വന്നത് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിള്ളേരായിട്ട് അവർ ചെറുതായിരുന്നപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ അവർ പറയുമായിരുന്നു. പിന്നെ അവർ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുമായിരുന്നു നമുക്ക് ഇനി വരാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഈ മാസമാണ്. അപ്പോൾ ബർത്ത്ഡേ ഉള്ളവർക്ക് പകുതി പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആണെന്നാണ് പറഞ്ഞത്.
ബർത്ത്ഡേക്കാർക്ക് ഏത് മാസമെന്ന് വെച്ചാൽ ഇന്ന ദിവസം വരണം ആ ദിവസം തന്നെ വരണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഏപ്രിലായാരണം ഏപ്രിലിൽ ഏത് ദിവസം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഫ്രീ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒപ്പം ഫുൾ ചാർജ് എടുക്കുന്ന ഒരാളും കൂടി അവിടെ വേണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പിള്ളേർ പറയുമായിരുന്നു നമുക്ക് പോകാമെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞതേ നല്ല മനോഹരമായ നടപ്പാതയും ഇതൊക്കെ നടപ്പാതയല്ല റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ വന്ന് എന്ത് ഭംഗിയാണ് കാണാൻ എന്നറിയാമോ. ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണ്ടായിരുന്നു. അവിടെ പൂന്തോട്ടവും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ എന്തായാലും നമുക്കിനി എറണാകുളത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു എവിടെ പോകുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ എറണാകുളത്ത് നമുക്ക് കുമ്പളങ്ങി ആ ഭാഗത്തൊക്കെ പോകാമെന്നുള്ള ഇതിന് നമ്മൾ പോകേണ്ട. അപ്പോൾ ഇതുവഴി പോകും. പിന്നെ ഇന്ന് വെയിലൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കൊച്ചി കുമ്പളങ്ങിയിലൊക്കെ പോകാമെന്നും പറയണ കുറേ ദിവസം ഉണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം പോകാമെന്ന്. പിന്നെ ഇന്നെന്തായാലും അങ്ങോട്ട് പോവുക, ചെല്ലാനം ആ ഭാഗത്തൊക്കെ പോകാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കവര് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഈ മഴ പെയ്യുന്ന ഈ ദിവസങ്ങളിലൊന്നും കാണൂല. മഴ ഇല്ലാതിരുന്ന ആ സമയങ്ങളിലൊക്കെ സന്ധ്യ തുടങ്ങി കാണണ്ടായിരുന്നു എല്ലാവരും പറയണ്ടായി. പക്ഷേ നമ്മളിന്ന് പോയ ദിവസവും തലേ ദിവസമൊക്കെ മഴ പൊടിഞ്ഞത് കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വഴിയൊക്കെ ചോദിച്ചിങ്ങനെ പോകണ്ട. അപ്പോൾ വീഗാലാൻഡ് വഴിയാണ്, വണ്ടർല വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ എത്തുമ്പോഴാണ് ഇനി കവര് കാണാൻ പറ്റുമോ എങ്ങനെയാണ് ഇതൊക്കെ. അപ്പോൾ കാക്കനാട് വാഴക്കാലയൊക്കെ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ മെട്രോയുടെ വർക്കൊക്കെ നടക്കണേ. അപ്പോൾ ഇനി ഇൻഫോ പാർക്കിലേക്ക് ഇനി മെട്രോ വരെയാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നല്ല സൗകര്യമായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇൻഫോ പാർക്കിലേക്ക് പോകാനും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബസ്സൊന്നും കറക്റ്റ് കിട്ടില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് കടന്നേക്കേണ്ട. അപ്പോൾ ഹൈവേയിൽ ജയലക്ഷ്മി നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് ഇനി ഇന്നിപ്പോൾ ഞായറാഴ്ച കാരണം റോട്ടിൽ ബ്ലോക്കൊന്നുമില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ ബ്രിഡ്ജ് കിടക്കേണ്ട, പാലാരിവട്ടം ബ്രിഡ്ജ് കിടക്കുകയാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് നല്ല എളുപ്പത്തിന് ഇനിയിപ്പോൾ കൊച്ചിയിൽ അങ്ങോട്ട് പോകണ്ട, അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് തിരിയാട്ടാ, കൊച്ചി എത്തണതിന് മുൻപ് തന്നെ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങി ചെല്ലാനം ആ പ്രദേശത്തേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് അവധി ദിവസമായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഫിഷിൻ്റെ വിഭവങ്ങളും അങ്ങനെയൊക്കെ ധാരാളം കിട്ടും എന്നൊക്കെ പറയണ കേൾക്കാം. പിന്നെ നമ്മളിപ്പോൾ ഓരോ ഷോർട്സും റീൽസും ഇതൊക്കെ കാണുമ്പോഴായിരിക്കും അവിടുത്തെ പ്രത്യേകത ഇതൊക്കെ മനസ്സിലാക്കണത് കേട്ടോ. അപ്പോൾ ദൂരേന്നൊക്കെ ആളുകൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ കവര് കാണാൻ പോകണമെന്ന് ഇങ്ങനെ പറയണ കേൾക്കാം. ഇത് ഇവിടെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയൂ കേട്ടോ, പക്ഷേ കാറ് നിർത്തി തരൂല, നിർത്തിയിട്ടുണ്ടെങ്കിൽ വെറുതെ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തറയുടെ അടിയിലേക്ക് ഇടും, കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കലാണ് ജോലി. അത് കാരണം അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കൂല. പിന്നെ ഞാൻ ഒറ്റക്കൊക്കെ ആകുമ്പോഴാണ് പിന്നെ അതൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കവര് രാത്രി 1 മണി ആ സമയത്തൊക്കെ ആയിരിക്കും നല്ല തിളക്കവും ഇതൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നതൊക്കെ. ഞാൻ നേരിട്ട് കണ്ടില്ല. നമ്മൾ ആ സിനിമ ഇറങ്ങിയില്ലായിരുന്നു, കുമ്പളങ്ങി നൈറ്റ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ ആ സിനിമ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇങ്ങനെ അറിവ് കിട്ടിയത്. ഇങ്ങനെ കവരെന്ന് പറയുന്ന ഒരു ഇതുണ്ട് എന്നൊക്കെ. അതൊരു ബാക്ടീരിയയുടെ ഒരു വെട്ടം ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ പോണ സമയത്തും ഇനി ചെന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കാണാൻ പറ്റുമൊന്നുമില്ല. പാതിരാ സമയത്തും ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഓശാന ഞായറായിരുന്നു, പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതുവഴി പോകുമ്പോൾ നമ്മൾ ചെറിയ റോഡൊക്കെ പോയപ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ നാളെ പിന്നെ വിഷുവാണ്, വിഷുവിൻ്റെ തലേ ദിവസവും അങ്ങനെ ആളുകളുടെ തിരക്കുന്നുണ്ട്. പിന്നെ ഓശാന പെരുന്നാൾ ഇങ്ങനെ കുരുത്തോല പെരുന്നാൾ എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഇങ്ങനെ കുരുത്തോല കൊണ്ട് ഇങ്ങനെ കുറേ, ഇവിടെ ക്രിസ്ത്യൻ ഏരിയയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ വരിയായി ആളുകൾ ഇങ്ങനെ ഓശാന പോവുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഘോഷയാത്ര ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. ഈ ബ്രിഡ്ജിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ കാണാൻ ഇതൊക്കെ. പക്ഷേ കാറിലിരുന്നുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ പിടിക്കുമ്പോഴുണ്ട് ശരിയാവില്ല. കണ്ടില്ലേ ക്രിസ്ത്യൻസിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഓശാന പെരുന്നാൾ ആളുകൾ ഘോഷയാത്ര പോവുകയും ഇതൊക്കെ ചെയ്യണത് എല്ലാവരും ഉണ്ട് കേട്ടോ. കുടുംബസമേതമാണ് ഇവർ പോകുന്നത്. ഇവർ ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാവരും ഉണ്ട്. പ്രായമായ അമ്മച്ചിമാരും ഒക്കെ പോകുന്നു കേട്ടോ. അവർ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സൈഡ്
അവരുടേതായ രീതിയിൽ അവർ ഒതുങ്ങി ഇങ്ങനെ സൈഡിൽ പോകേണ്ട, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ അവിടെ കടയിലും ചോദിച്ചിരുന്നു കേട്ടോ, എങ്ങോട്ടാണ് തിരിയണേന്ന് അങ്ങനെ കറക്റ്റ് അറിയില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥലത്തൊന്നും എത്തണ പണിയില്ല കേട്ടോ. അങ്ങനെ പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ആളുകൾ ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ, എപ്പോഴും ലൊക്കേഷൻ മാത്രം ഇട്ട് പോകാതെ. അപ്പോൾ നോക്കുമ്പോൾ അതേ ഒരു ചേട്ടൻ ഇവിടെ ദേ വല വലിക്കണണ്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ ഒന്നും കിട്ടണില്ല, ചെറിയ കുഞ്ഞ് മീനൊക്കെ ഇങ്ങനെ പെടുക്കണ്ട, അതാണ് ഓരോന്നും ഇങ്ങനെ പെറുക്കിയെടുക്കണം. ഉണ്ണി നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ചെമ്മീൻ ഉണ്ടായിരുന്നു അതെടുത്ത്. അപ്പോൾ അങ്ങനെ അതാണ് ആ ചേട്ടൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വലിക്കണ്ടായിരുന്നു കേട്ടോ, വലിച്ച് കയറ്റുണ്ടായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ട്, അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അറിയില്ല. അതപ്പോൾ കുറേ ലെങ്തി ആയി പോവും, തന്നെയല്ല എൻ്റെ ഇതിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ആ ചേട്ടൻ പിടിച്ചതിൽ കുഞ്ഞ് വേളൂരി പോലത്തെ മീനുകൾ അങ്ങനെ ഇതൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ കാർ പാർക്കിങ്ങിന് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഏരിയ ഒന്നുമില്ല, എല്ലാവരും കാറൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണത്. അങ്ങനെ പിന്നെ ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഒരു സന്ധ്യ അസ്തമയ ഒരു സമയമാണ്, അസ്തമയമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, വഞ്ചി ഇങ്ങനെ കിടക്കണം അങ്ങനെയൊക്കെ. പിന്നെ മീനൊക്കെ നല്ല പുഴമീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കുറേ ചേച്ചിമാരുണ്ടല്ലോ, അവർ ഈ വെള്ളത്തിൽ ഇറങ്ങി മീൻ തപ്പി പിടിക്കണ ഒരു ഇത്, ആ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവർ പറഞ്ഞത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ അത് ഒരു പയ്യൻ എന്തേ കണ്ടില്ലേ, ഒരു ഡോഗിനെ പിടിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളവിടെ നിന്നപ്പോൾ അവിടെ ആളുകളോട് ചോദിച്ചിട്ട് ഈ കവർ എവിടെയാണ് കാണുക എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കാണും, സന്ധ്യാസമയം തുടങ്ങിയൊക്കെ ഉണ്ടാകുമെന്ന് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതേ അവിടെ കുമ്പളങ്ങി നൈറ്റ്സ് എന്നും പറഞ്ഞ് നേരത്തെ ആ ഷോപ്പ് നമ്മൾ പോയപ്പോൾ അവിടെ ഓപ്പൺ ആയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ രാത്രിയാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടായി, ലഞ്ചൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പോൾ അവിടെ പിന്നെ അവിടെയൊക്കെ ഓപ്പണായി വരുന്നേ ഉണ്ടായുള്ളൂ, ഉച്ചയ്ക്കത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞ് ഓപ്പണായി വരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കി അടുത്ത ഇതിൽ എപ്പിസോഡിൽ കാണിക്കട്ടെ വിശേഷങ്ങൾ.